17-ാം വയസ്സിൽ നടി ശോഭ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിർത്തിയായിരുന്നു. ഇന്നും ദുരൂഹതയായി തുടരുകയാണ് ശോഭയുടെ മരണകാരണം. അതേസമയം ബാലു മഹേന്ദ്ര എന്ന സംവിധായകനോടുണ്ടായിരുന്ന പ്രണയവും വിവാഹവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ശോഭയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതെന്നും വാർത്തകളുണ്ട്. മലയാളിയായ ആദ്യത്തെ ഉർവശിപ്പട്ടം നേടിയ നടിയാണ് ശോഭ. ചങ്ങലയിട്ടില്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും. ചങ്ങലയിട അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ശോഭയുടെ അപ്രതീക്ഷിത മരണം. നാലാം വയസ്സിൽ സിനിമയിൽ എത്തിയതായിരുന്നു ശോഭ. എന്താ കാരണം? ബിന്ദുമോൾ ആന്റിയോട് പിണക്കമാണോ? അതെ, ഇത്രയും ദിവസം ബിന്ദു സുഖക്കേടായി പറഞ്ഞിട്ട് ആന്റി വന്നു. ആന്റി ഇന്നാ അറിഞ്ഞത് ബിന്ദുമോൾക്ക് സുഖേടാണെന്ന്. സത്യം സത്യം. ബിന്ദുമോൾക്ക് എന്താ വേണ്ടത്? ബിന്ദുവിന് ഒരു പാട്ട്. ആരുടെ പാട്ട്? അമ്പിളി അമ്മാമ്മന്റെ പാട്ട്. ശരി, ആന്റി പാടാം. തുടർന്നിങ്ങോട്ടുള്ള വർഷങ്ങളിൽ തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെയാണ് ശോഭ സമ്മാനിച്ചത്. எனக்கு பணம் கட்டலாம் வேணாம், அப்படியே ஒரு வழி காட்டி விட்டுட்டேன்னா நான் பாட்டுல போயிட்டு. எனக்கு என்ன சொல்லு ஏமா? நான் என்ன சொல்லிச்சு, நீ எங்க வேலைக்கு போறியா? 50-100 எல்லாம் கிடைக்குதான், என்னைய அந்த வேலைக்கு கூட்டின்னு போயேன். அண்ணன் போல நடை நடந்து சென்றிடும் மயிலே, ஆசையில நின்று கொஞ்சம் பேசுவோம் குயிலே. சரி கூட எனக்கு என்னமோ வெக்கமா இருக்குது, நான் போறேன். கடை வரைக்கும் வந்துட்டு பாருன்னு. അഭിനയമായിരുന്നു ശോഭയുടെ സൗന്ദര്യം. കുട്ടിയല്ലേ അവിടെ വെച്ചത്? കള്ളം പറയരുത്. അല്ല സർ, ഞാനല്ല. പിന്നെ എങ്ങനെ വന്നു? ആ ബോഡിന്ന് പറന്നു വന്നതായിരിക്കും. അന്നുവരെയുണ്ടായിരുന്ന നായികാ സങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞായിരുന്നു നീണ്ടു മെലിഞ്ഞു കൊലുന്നനെയുള്ള ശോഭയുടെ അരങ്ങേറ്റം. ബാലനടിയായി വേഷമിട്ടു നടന്ന ശോഭയ്ക്ക് നായികയായി സിനിമയിൽ അവസരം കൊടുത്തത് ബാലു മഹേന്ദ്രയായിരുന്നു. എന്നാൽ പിന്നീട് ആ ബന്ധം പ്രണയത്തിന് വഴിമാറി. ബാലു മഹേന്ദ്രയാകട്ടെ വിവാഹിതനും. എന്നാൽ രഹസ്യമായി ബാലു മഹേന്ദ്ര ശോഭയെ വിവാഹം കഴിച്ചു. രണ്ടാം ഭാര്യ എന്ന ലേബലിൽ ശോഭ ജീവിതം തുടങ്ങുകയും ചെയ്തു. നീ പറയണത് ശരിയാണ്, പക്ഷേ ഇവിടെ ക്ലാസ് മുറിയിൽ എത്തുമ്പോൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. എന്താ പേര്? ശാലിനി. ശാലിനി ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ട് ഇല്ല. എങ്കിൽ വരേണ്ടി വരും. അടുത്ത് തന്നെ അവിടെയാണ് ഊളംപാറ. കേട്ടില്ലേ ഊളംപാറ? 78-ൽ ശോഭ ബാലു മഹേന്ദ്രയെ വിവാഹം കഴിക്കുകയും 80-ൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ശോഭയുടെ ജീവിതം പിന്നീട് സിനിമയായി അപ്രപാളികളിൽ എത്തിയിരുന്നു. ഒരു
നോട്ടത്തിലൂടെ, ഒരു ചെറുചിരിയിലൂടെ, മിന്നിമറയുന്ന കാൽപ്പനിക രസഭാവങ്ങളിലൂടെ കഥാപാത്രത്തിന്റെ ചിന്തകളെയും മാനസിക വ്യാപാരങ്ങളെയും കാഴ്ചക്കാരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്ന മികച്ച അഭിനേത്രിയായിരുന്നു ശോഭ. മുടിയാണ് കുട്ടിയുടെ ഭംഗി. ഈ തൊപ്പിയെടുപ്പിക്കാനാണ് അവിടെ കാത്തുന്നത്. അല്ല, എന്താണ്? ഈ പുസ്തകത്തിൽ ഒരു വർഷം പേപ്പറുണ്ട്, അത് കുട്ടിക്കുള്ളതാ. എനിക്കുള്ളതോ? എവിടെ? വായിച്ചിട്ട് നാളെ എത്തുന്നത് മതി. കെട്ടിയിട്ട ചുരുമുടി തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു സുന്ദരി സുന്ദരി. ഒന്നല്ല ഒട്ടേറെ ദേശീയ പുരസ്കാരങ്ങൾ നേടേണ്ടിയിരുന്ന അഭിനേത്രി ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ സിനിമയിൽ സജീവമായി ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല.